പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിൽ ചെമ്മാണിയോട് ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത് മടങ്ങിയ സിദാൻ മുഹമ്മദും കൂട്ടരും സഞ്ചരിച്ച എർട്ടിക കാറാണ് ഞായറാഴ്ച രാത്രി കാര്യവട്ടം പെട്രോൾ പമ്പിനു സമീപം അപകടത്തിൽപ്പെട്ടത്. കാർ ഇലക്ട്രിക് പോസ്റ്റിലും മതിലിലും ഇടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റാണ് സിദാൻ മരണപ്പെട്ടത്. പരിക്കേറ്റ സിദാനെയും ഒപ്പമുണ്ടായിരുന്നവരെയും മൗലാന ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 18 വയസ്സുകാരനായ സിദാൻ മരണത്തിന് കീഴടങ്ങി. ഇവർ സഞ്ചരിച്ച കാർ അപകടത്തിൽ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. മുണ്ടൂർ യുവക്ഷേത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ ബികോമിന് ചേർന്ന സിദാൻ ക്ലാസ്സിൽ ചേരാനിരിക്കെയാണ് അകാലത്തിൽ വിട പറഞ്ഞത്. EMS ഹോസ്പിറ്റലിലെ ജീവനക്കാരനായ പാണമ്പി വാഴത്തൊടി നിസാറിന്റെയും സാജിദയുടെ മകനാണ് മരിച്ച സിദാൻ മുഹമ്മദ്. മാരത്തൺ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം കൈവരിച്ചിട്ടുള്ള നിസാറിന്റെ മക്കളും കായിക മേഖലയിൽ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. ഇവരിലൊരാളാണ് മരണപ്പെട്ട സിദാൻ. സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം ബാക്കിയാക്കി സിദാൻ അകാലത്തിൽ വിട പറഞ്ഞകലുന്നത് നാട്ടുകാർക്കും ബന്ധുക്കൾക്കും സഹപാഠികൾക്കും ഉൾക്കൊള്ളാനായിട്ടില്ല. മൗലാന ആശുപത്രിയിലും പോസ്റ്റ്മോർട്ടം നടന്ന ജലാശുപത്രിയിലും 100 കണക്കിന് പേരാണ് എത്തിയത്. പെരിന്തൽമണ്ണ CH സെന്ററിൽ കുളിപ്പിക്കാൻ എത്തിച്ചപ്പോഴും നിറകണ്ണുകളോടെ നാട്ടുകാർ അവിടെ എത്തിയിരുന്നു. വീട്ടിലെത്തിച്ച ഭൗതിക ശരീരം കാണാനെത്തിയത് ആയിരങ്ങളാണ്. അടക്കിപ്പിടിച്ച തേങ്ങലുകളും ബന്ധുക്കളുടെ കരച്ചിലുമെല്ലാം ഉള്ളു നോവിക്കുന്നതായിരുന്നു. ഒടുവിൽ നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തി അമ്മിണിക്കാട് വെസ്റ്റ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം. പ്രിയപ്പെട്ടവർക്ക് എന്നും തീരാവേദന സമ്മാനിച്ചാണ് സിദാൻ മുഹമ്മദ് അകാലത്തിൽ വിട പറഞ്ഞകന്നത്.